ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്കും കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റിനെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കാരിങ്ടൺ സന്ദർശിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ശരിക്കൊരു രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു. ആ സിറാജും മഗ്വയറൊക്കെ ഉള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു. എന്തോ ഒരു വൈബായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിറാജിനെ പിന്നെ പറയണ്ടില്ല, ഓൾറെഡി നമ്മുടെ അണ്ണൻ ഫാനാണ്. വിക്കറ്റ് എടുത്താലുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അത് കാണാൻ. അവരുടെ വീഡിയോസും പിന്നെ അവര് പന്തിന്റെ ഒക്കെ ഋഷഭ് പന്തിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, കിൻഡല് പോലത്തെ അടി. എന്താ രസം അതൊക്കെ കാണാന്. ഭയങ്കര രസമായിരുന്നു അത്. നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ മഗ്വയറിന്റെ ഒക്കെ ബാറ്റിങ്ങും മറ്റേ തൂക്കിയടിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ റാഷ്ഫോർഡ് പോയി. ജേഡൻ സാൻചോ നമ്മുടെ ഫ്രീഡം ഫൈറ്ററിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം യുവന്റസിനെ ഇനി ആരെങ്കിലും ഓഫ് ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ പുതിയൊരു സൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ന്യൂസാണ്. വളരെ വിഷമകരമായിട്ടുള്ള ബാഡ് ന്യൂസാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഈ ഫ്രീഡം ഫൈറ്ററിന് ഒരാൾക്കും വേണ്ട, എവിടെയും പറഞ്ഞയക്കാൻ പറ്റുന്നില്ല. അവസാനമാണ് യുവന്റസ് വന്നത്. പക്ഷെ ഇപ്പോ എന്താ പറയാ, ആ ഒരു അവസ്ഥയിലാണുള്ളത്. പിന്നെ അലഹാൻഡ്രോ ഗർനാച്ചോ, നമ്മുടെ ആന്റണി, 4 പേരെയും പ്രീ സീസൺ ടൂറിലും ഇല്ല, ഫുള്ള് ഒഴിവാക്കി. അതിൽ ഓൾറെഡി റാഷ്ഫോർഡ് പോയത് കൊണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ള ആൾക്കാരാണ് 3 പേര്: സാൻചോ, ഗർനാച്ചോ, ആന്റണി. ഈ ഗർനാച്ചോവും ആന്റണിയാണ് ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ആർക്കും വേണ്ടാന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു ന്യൂസ് കണ്ടത്, ഗർനാച്ചോനെ നമ്മൾ 70 മില്യൺ ആണ് പ്രൈസ് ഇട്ടത്, അത് 40ലേക്ക് മാറ്റി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ പ്രൈസ് കുറക്കുന്നത്. അതിന്റെ ഒരു ആവശ്യവും ഇല്ല. കാരണം ഗർനാച്ചോ 70 മില്യൺ മുതലുണ്ട്. കാരണം കുദൂസിനും മുഡിയാക്കിക്കും നമ്മുടെ അലങ്കക്കൊക്കെ 55 to 60 വാങ്ങാമെങ്കിൽ നമ്മൾ ഗർനാച്ചോനും ഒരു 60 to 70 സുഖസുന്ദരമായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അണ്ടർ 21 കളിച്ചോട്ടെ, അവിടെ കളിക്കട്ടെ. അങ്ങനെ വെറുതെ ചുളുവിലൊക്കെ കൊടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇവന്മാർക്ക് സെയിൽ ചെയ്യാൻ അറിയില്ല. ഇപ്പൊ റാഷ്ഫോർഡിന്റെ കാര്യം തന്നെ നോക്ക്, ലോണിലാണ് പോയത്. ഓക്കെ, ഈ സീസണിലുള്ള ഫുൾ സാലറി അവർ കവർ ചെയ്യും. പക്ഷെ അത് ബൈ ഓപ്ഷൻ ക്ലോസിലേക്ക് വരുമ്പോൾ ആകെ 30 മില്യൺ മാത്രമേ ഡീൽ അഗ്രി ചെയ്തിട്ടുള്ളൂ. 40 സുഖമായിട്ട് റാഷ്ഫോർഡിന് കിട്ടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാക്കാക്ക് സെയിലിനെ കുറിച്ച് വലിയ ഇതില്ലാന്ന് തോന്നുന്നുണ്ട്. പർച്ചേസിൽ ഇപ്പൊ നല്ലപോലെ എന്താ പറയാ നെഗോഷിയേറ്റ് ചെയ്തു. ആ ഇത് പറയല്ലോ, ഇൻസ്റ്റാൾമെന്റ്സ് ഒക്കെ, അത് നല്ല സൂപ്പറാണ്. അത് നല്ലൊരു ഐഡിയ ആണ്. അത് നല്ലൊരു തീരുമാനമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല കാര്യമാണ് അത്. അങ്ങനെ ഇൻസ്റ്റാൾമെന്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനിയും സൈനിങ്സ് ഒക്കെ നടത്താൻ പറ്റും. പക്ഷെ സെയിലിന് വരുമ്പോഴാണ്, കാരണം ആന്റണിക്കും മിനിമം ഒരു 40 to 50 കിട്ടിയാൽ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ അത് PSR ഭയങ്കര പ്രശ്നം വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നല്ലൊരു പ്രശ്നം വരും. അത് റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയാണ് സെയിലിന്റെ അവസ്ഥ ഉള്ളത്. നമ്മുടെ അടുത്ത ടാർഗറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അടുത്ത നമ്മുടെ വേണ്ടത് അമോറിമിനും താല്പര്യം സ്ട്രൈക്കർ തന്നെയാണ്. സെസ്കോ, RB ലൈപ്സിഗിന്റെ ഞാൻ കഴിഞ്ഞ ലൈവിലും വീഡിയോസിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സെസ്കോന്റെ ലിങ്ക്സ് വളരെ നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷേ അവനിക്കൊരു റിലീസ് ക്ലോസ് ഉണ്ട്, 60 to 80 ആണ്. അറൌണ്ട് 60 വന്നു കഴിഞ്ഞാൽ നെഗോഷിയേഷന് തയ്യാറാണെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടത്. പക്ഷെ ഇവന്മാർക്ക് അവന്റെ സാലറി താങ്ങില്ല എന്നാണ് ഇപ്പൊ കണ്ടത്. എന്തോ ഒരു അവസ്ഥയാ നോക്കിയാട്ടെ. എന്നിട്ട് ആരുടെ പിന്നാലെയാ പോകുന്നതെന്ന് അറിയാവോ? നിക്കോളാസ് ജാക്സൺ. ചെൽസിക്ക് പോലും വേണ്ടാത്ത, ആർക്കും ഒരു താല്പര്യം ഇല്ലാത്ത, എന്താ പറയാ, കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല എല്ലാരും? ഇങ്ങനെ മാക്സിമം അതിനെ പിണ്ടീനെ അങ്ങനെ പീണ്ട് ചാടിയ ഒരു സാധനമാണ് ഈ ജാക്സൺ. ഞാൻ ലാസ്റ്റ് ലൈവ് വന്നപ്പോഴും ആ ലൈവിൽ ഒരു ചെൽസിന്റെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ പോലും പറയുന്നത് അതാണ്. എന്തിനാണ് നിങ്ങൾ ഈ നിക്കോളാസ് ജാക്സന്റെ പിന്നാലെ പോകുന്നത്? കാരണം അവർക്കറിയാം അവരുടെ ഒരു പ്ലെയറിന്റെ അവസ്ഥ. ഇപ്പൊ നമ്മുടെ യുണൈറ്റഡിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ചെൽസിയിൽ കളിക്കുന്ന ചെൽസിയുടെ എല്ലാ പ്ലേയേഴ്സിനും അവരുടെ ഫാൻസിന് അറിയാം. അപ്പൊ ഒരു പുള്ളിക്കാരൻ വന്ന് പറയായിരുന്നു, എന്തിനാണ് ഭായി നിങ്ങൾ ഈ നിക്കോളാസ് ജാക്സന്റെ പിന്നാലെ പോകുന്നത്?
എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ആ കള്ളക്കളവൻ കാക്കാനോട് ആരെങ്കിലും പോയിട്ട് നമ്മുടെ ആ സൗബിന്റെ പടത്തിൽ ആ പാട്ടായിട്ട് പാടി കൊടുക്കേണ്ടി വരും. ഞാൻ ജാക്സൺ അല്ലടാ, ഒന്നുമല്ലടാ, ഒരു തേങ്ങയും അല്ലടാ. അതാണ് അവസ്ഥ. കാരണം അവനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതും അവന് പറയുന്ന പ്രൈസ് 60+ ആണ്. സെയിം ഒരു 10 or 20 കൊടുത്തു കഴിഞ്ഞാൽ സെസ്കോനെ കിട്ടും. നമ്മുടെ ഇവന്റെ ഡീല് കണ്ടില്ല എല്ലാവരും? വിക്ടർ ഒസീമന്റെ ഡീല് കണ്ടില്ല? വിക്ടർ ഒസീമന്റെ ഡീൽ എങ്ങനെയാണ് ഗലാറ്റസ് നടത്തിയത്? 70+ എങ്ങാനാണ് അവന്റെ പ്രൈസ്. പക്ഷെ ഫസ്റ്റ് അവർ 40 കൊടുക്കും, പിന്നെ അടുത്ത സീസണിൽ ഇൻസ്റ്റാൾമെന്റ് വഴി അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഒരു ഡീല് നടത്തിക്കൂടെ? സാർ ജിമ്മിന് പറ്റും, കാരണം പുള്ളിക്കാരൻ നെഗോഷിയേഷനിൽ ഭയങ്കരമായിട്ടാണല്ലോ ഈ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ നടത്തിയത്. അതുപോലെ ഫസ്റ്റ് ഒരു പേയ്മെന്റ് കൊടുത്ത് പിന്നെ ഒരു കൊടുക്കുന്നത് പോലെ ഒരു ഡീല് സെസ്കോ, അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഇപ്പൊ ആരെ പറയുക? പിന്നെ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ആരെയും കൊണ്ടുവരണം. ജാക്സണിനെ ദയവ് ചെയ്ത് കൊണ്ടുവരണേ, ജാക്സൺ വേണ്ട. പിന്നെ ഓലി വാറ്റ്കിൻസ് ആണ് പിന്നെ ഉള്ളത്. പിന്നെ മറ്റേറ്റന്റെ ഒരു ലിങ്ക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റേറ്റന്റെ പിന്നാലെ പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നല്ല പ്രൂവൺ സ്ട്രൈക്കർ തന്നെയാണ് പ്രീമിയർ ലീഗിൽ. വാറ്റ്കിൻസ് ഓക്കെ ആയിരുന്നു, 29 years old, പക്ഷേ അവൻ ഇട്ടിരിക്കുന്ന വാല്യൂ പോലും 60+ ആണ് 29 years ഏജിൽ. അപ്പോഴാണ് നമ്മൾ ഗർനാച്ചോന് 70 പറയുമ്പോൾ എല്ലാവർക്കും ഇവിടെ കുരുവിട്ടുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാണ് എന്തിന്റെ ഒരു ആവശ്യമാണത്? അങ്ങനെ കുരുപൊട്ടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വാറ്റ്കിൻസിന് 29 years ആയ വാറ്റ്കിൻസിന് 60+ ആസ്റ്റൺ വില്ലക്ക് ചോദിക്കാമെങ്കിൽ 20-21 വയസ്സായിട്ടുള്ള ചെറിയ പയ്യൻ ഗർനാച്ചോ, അത്യാവശ്യം പ്രൂവൺ ആയ ഒരു കളിക്കാരൻ പ്രീമിയർ ലീഗിൽ, ഒരു 70 ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല അതിൽ. ചോദിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ചുടുവിലക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ദയവ് ചെയ്ത് ജാക്സൺ വേണ്ട. പിന്നെ ഒരു മിഡ്ഫീൽഡർ നിർബന്ധമാണ്. കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വലൻസിയയുടെ ഒരു മിഡ്ഫീൽഡർ അവൻ അവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാണ്ട് 20 to 25 കിട്ടുന്നുള്ള ഒരു ന്യൂസ് ഇപ്പം ഞാൻ കണ്ടിരുന്നു. എന്താണ് അവൻ്റെ എന്തൊരു പേരുണ്ടായിരുന്നു, വിക്ടർ ഗ്യൂറോറയോ അങ്ങനെ എന്തോ ഒരു പേര്, വലൻസിയൻ്റെ. സ്പെയിനിലെ കളിക്കാരനാണ്. പൊതുവെ സ്പാനിഷ് പ്ലെയേഴ്സ് നമ്മുടെ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ രക്ഷപ്പെടുന്ന ഒരു ന്യൂസുകളാണ് നമ്മൾ കണ്ടത്. നല്ലപോലെ ഫോമിലേക്ക് വരാറുണ്ട്. അതുപോലെ ഇല്ലെങ്കിൽ പിന്നെ എഡേഴ്സൺ ഉണ്ട്, അറ്റ്ലാന്റയുടെ നല്ലൊരു പ്ലെയർ ആയിരുന്നു നമ്മുടെ റിച്ചാർഡ് റിയോസ്. ബെൻഫിക്ക കൊണ്ടുപോയി, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു അത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിർബന്ധമായിട്ടും സ്ട്രൈക്കർ, മിഡ്, ഗോൾ കീപ്പർ, അത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ദയവ് ചെയ്ത് ജാക്സന്റെ പിന്നാലെ ഒന്നും പോവല്ലേ. ഇവിടെ ഇപ്പൊ നമ്മുടെ കുന്നംകുളം ഹാലൻഡിനെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. എന്നേരാണ് ഞാൻ ജാക്സൺ അല്ലടാ, ഞാൻ ഒന്നും അല്ലടാ എന്നുള്ള ആ ഒരു പണ്ടാര കാലിനെ എടുത്തിട്ട് തലയിൽ വെക്കാൻ പോകുന്നത്. ഉള്ളതിനെ തന്നെ ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്നേരാ 60-70 കൊടുത്തിട്ട് ജാക്സനെ കൊണ്ടുവരുന്നു. അതിന്റെ ആവശ്യം തന്നെ ഇല്ല. അതിൽ നല്ലത് ഇവനെ വെച്ചിട്ട് തന്നെ ഓടിക്കുന്നത്, ഹാലൻഡിനെയും പിന്നെ സിറിക്സിനെയൊക്കെ വെച്ച് ഓടിക്കുന്നത് തന്നെയാണ്. അതിൽ നല്ലത് അതാണ്. സത്യം പറയാലോ, ജാക്സനൊന്നും ഒരാവശ്യമില്ല. നമ്മുടെ ആ യുണൈറ്റഡ് സ്റ്റാൻഡിലെ ഗോൾ ബ്രിഡ്ജിന്റെ വീഡിയോസ് കണ്ടാൽ മതി, പച്ചത്തെറിയാണ് പറയുന്നത്. എൻ്റെ മോനെ ചിരിച്ചു ചാവും. പച്ചത്തെറിയ പറയുന്നത്, ലൈവിലും പച്ചത്തെറിയാണ്, വീഡിയോസിലും ഷോർട്സിലും എല്ലാം. ജാക്സന്റെ ലിങ്ക്സ് തുടങ്ങിയോ പൂരത്തെറിയാണ് പുള്ളിക്കാരൻ. നമ്മുടെ സായിപ്പിനെ പോലെയാണ്. സത്യമാണ്, ആരായാലും തെറി പിടിച്ചു പോകില്ലേ. എനിക്കും വിളിക്കണം എന്ന് ആഗ്രഹമാണ്, പക്ഷെ ഇത് മാന്യത കൊണ്ട് ഞാൻ വിളിക്കാത്തതാണ്. എന്തിനാണ് വെറുതെ? ശരിക്കും ആവശ്യമില്ല, ജാക്സന്റെ ആവശ്യമേ ഇല്ല. അതിൽ നല്ലത് ഹാലൻഡ് തന്നെയാണ്. സോറി, മാറിപ്പോയിട്ട് ഹോയിലൻഡ് തന്നെയാണ്. തട്ടിമുട്ടിയിട്ടെങ്കിലും കൊണ്ടുപോവാ. അപ്പോ എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഇപ്പൊ 2 സൈനിങ്സ് നടത്തി. അപ്പൊ രണ്ടാമത്തെ സൈനിങ്സിന് കുറെ ടൈം എടുത്തു, സത്യമാണ്, 1.5 മാസം എടുത്തു. പക്ഷെ എങ്കിലും കുറച്ചൊന്ന് സ്പീഡാക്കി ഒരു സ്ട്രൈക്കർ, ഒരു മിഡ്, ഒരു ഗോൾ കീപ്പർ നടത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.